ജാമ്യപ്രതീക്ഷ ചൊവ്വാഴ്ച വരെ നീണ്ടതോടെ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂർ ജയിലിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് ഒതുങ്ങി. ബോച്ചെ ശാന്തനായിരുന്നുവെന്നാണ് വിവരം. കാക്കനാട്ടെ ജയിലിൽ എ ബ്ലോക്കിലാണ് താമസം. വ്യാഴാഴ്ച പകൽ കാര്യമായി ഭക്ഷണം കഴിക്കാതിരുന്നതിനാൽ ജയിലിൽ കരുതിയിരുന്ന ചോറും ചപ്പാത്തിയും കറിയും രാത്രി കഴിച്ചിരുന്നു. വസ്ത്രം മാറി പുതിയത് ധരിച്ചു. മരുന്നുകളും ബോബി കൈവശം കരുതിയിരുന്നു. ജയിലിൽ ബോബി ചെമ്മണ്ണൂർ അനുസരണശീലമുള്ള പുതിയ മനുഷ്യനാണ്. ജയിൽ നിയമം എല്ലാം അനുസരിക്കുന്നു. ജയിൽ വാർഡന്മാർ പറയുന്നതും കേൾക്കുന്നു. പരിഭവമൊന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ്. പുതിയ അഡ്മിഷൻകാരെ എ ബ്ലോക്കിലാണ് പാർപ്പിക്കാറുള്ളത്. സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട്. എന്നാൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂരിനെ അറിയാം. മുതലാളിയാണെന്ന് പരസ്യമാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവ് പുള്ളികൾ വളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് തടവ് പുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത്. തടവുകാരായ മറ്റുള്ളവർ ബോച്ചയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇതെല്ലാം. സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂവെന്ന് ജയിൽ അധികൃതർ ബോച്ചയെ അറിയിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടും വരെ ഇങ്ങനെ പോട്ടെ എന്ന നിലപാടിലാണ് സ്വർണ്ണക്കട മുതലാളി. ജയിൽ അധികൃതരോട് പരിഭവമൊന്നും പറയത്തില്ല. വെള്ളിയാഴ്ച രാവിലെ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചു. ബന്ധുക്കൾക്കും അഭിഭാഷകർക്കും മാത്രമേ ജയിൽ അധികൃതർ സന്ദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളൂ. ബോച്ചെ ഫാൻസുകാർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചെങ്കിലും നിഷേധിച്ചു. വെള്ളിയാഴ്ച ആയതിനാൽ പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ജയിലിൽ. മറ്റു തടവുകാർക്കൊപ്പം ചോറും സാമ്പാറും തോരനും കൂട്ടി ഉച്ചഭക്ഷണം. വൈകിട്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും. ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമാണ്. ചൊവ്വായും ബുധനും മീൻകറിയും കിട്ടും. എന്നാൽ ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നാണ് ബോച്ചയുടെ ടീമിന്റെ പ്രതീക്ഷ. മരുന്നെല്ലാം കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂർ കഴിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും പരിഭവം പറയാതെയാണ് ജയിൽ ജീവിതം. മൊന്തയും പാത്രവും എല്ലാം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം പായയും പുതപ്പും. ഇത്രയും സാമഗ്രികൾ കൊണ്ടാണ് ബോച്ചയുടെ ജയിൽ ജീവിതം. സെല്ലിന് പുറത്ത് മറ്റുള്ളവരുള്ളപ്പോൾ ബോബിയെ ഇറക്കില്ല. ഇതിന് കാരണവും അദ്ദേഹത്തോട് ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊപ്പം പ്രത്യേക നിരീക്ഷണവും സുരക്ഷയും ബോബിക്കായി ഏർപ്പാടാക്കി. മറ്റ് തടവുകാരുടെ ശല്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇത്. RP 8683 എന്ന നമ്പറാണ് ജയിലിൽ ബോച്ചയ്ക്ക് നൽകിയിട്ടുള്ളത്. റിമാൻഡ് തടവുകാരനായതിനാൽ ബോച്ചയ്ക്ക് പണികളൊന്നും നൽകില്ല.